Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammad wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammad wa ala ali Muhammad كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പൂർണ്ണമല്ലാത്ത ഒരു വസ്തു അതെത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ആ വസ്തുവിനെ സമീപിക്കുന്നിടത്ത്, സ്വീകരിക്കുന്നിടത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും മാനസികാവസ്ഥകളുമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുക എന്നത് വസ്തുതയാണ്. ചിലർ അഭിപ്രായപ്പെടും, അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തിയിട്ട് നമുക്കത് എടുക്കാം. വേറെ ചില ആളുകൾ പറയും, പൂർണ്ണമല്ലാത്ത ഈ വസ്തുവിനെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ഗുണം ലഭിക്കണമെന്നില്ല, അതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല. ചിലരെങ്കിലും അഭിപ്രായം പറയും, പൂർണ്ണതക്കുറവ് ഉള്ളതിനാൽ അലങ്കാരത്തിനോ ഭംഗിക്കോ ഗുണത്തിനോ ഇത് ഉപകരിക്കുകയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചിലർ പറയും, നമുക്കത് ആവശ്യം തന്നെയില്ല, ആ വസ്തുവിലേക്ക് നോക്കേണ്ട അവസ്ഥ പോലും നമുക്കില്ല. ഇങ്ങനെ പല നിലപാടുകളാണ് അപൂർണാവസ്ഥയിലുള്ള ഒരു വസ്തുവിനോട്, ഒരു കാര്യത്തോട് നമുക്കുണ്ടാകുന്ന സമീപനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഭംഗിയും അലങ്കാരവും അനുഗ്രഹവും ആശ്വാസവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള
ഏറ്റവും വലിയ ഒരു ഹദിയ, ഒരു വലിയ സമ്മാനമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിന്റെ ഏത് ഭാഗത്തിലൂടെ നാം നോക്കിയാലും, തിരിച്ചും മറിച്ചും പരിശോധിക്കപ്പെട്ടാലും പൂർണ്ണതക്കുറവ് കാണുകയില്ല എന്നത് ഉറപ്പാണ്. ഒരു മൺതരി വലിപ്പത്തിൽ പോലും അപൂർണമായ അവസ്ഥ വിശുദ്ധ ഇസ്ലാമിനില്ല. അത്രത്തോളം സമ്പൂർണമാണ്, അലങ്കാരമാണ് ഇസ്ലാം എന്നുള്ളത്. ലോകത്തുള്ള മനുഷ്യർ ഈ മതത്തെ നോക്കിക്കാണുന്നത് ഇതിന്റെ ഓരോ കാര്യങ്ങളോടും സമീപിക്കുന്നത് പല രൂപത്തിലാണ്. മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ, അവകാശപ്പെടുന്നവർ എത്ര ശതമാനമാണ് ഈ വിശുദ്ധ മതത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്തത്? ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും അത്തരം ആളുകൾ ഉണ്ടാവുക. എല്ലാ മണിക്കൂറുകളിലും എല്ലാ ദിവസങ്ങളിലും ഓരോ വർഷങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോഴും അല്ലാഹുവിന്റെ മതത്തെപ്പറ്റിയുള്ള ശരിയായ പഠനങ്ങൾ, ചർച്ചകൾ, അന്വേഷണങ്ങൾ, ആ മതത്തിനു വേണ്ട യഥാർത്ഥ സേവനങ്ങൾ, സഹായങ്ങൾ അത് കൃത്യമായി നടത്തപ്പെടുന്നു എന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. ഒരാൾക്കും അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചെറിയ സംഘങ്ങളായി, ഒറ്റയായി ആ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഇസ്ലാം പവിത്രത കൊടുത്തിട്ടുള്ള റജബ് മാസത്തിലേക്കാണ് നാം എത്തിയിട്ടുള്ളത്. ഈ മാസം വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്, ഒരു അടയാളമാണ്. അതിനർത്ഥം ആ മാസം നമ്മിലേക്ക് എത്തി എന്നതുകൊണ്ട് ആഘോഷങ്ങൾ പൊടിപൊടിക്കണം, പല നിലക്കുള്ള ആചാരങ്ങൾ ചെയ്തുകൊണ്ട് പോകണം എന്നൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമങ്ങളും അതുപോലെ തന്നെ വേണ്ടാത്തരങ്ങളും തിന്മകളും തടയപ്പെട്ട ഈ മാസത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കഴിയുന്നത്ര നന്മകളിലൂടെ, പുണ്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം. അതിനുള്ള അവസരങ്ങളെ കാത്തിരിക്കണം. ആ നിലക്ക് പവിത്രത നൽകിയിട്ടുള്ള ഒരു മാസമാണ്. ജനുവരിയിലേക്കെത്തി എന്നത് അറിയാത്തവരുണ്ടാകൂല. പക്ഷെ റജബിലേക്ക് എത്തി എന്നത് അറിയുന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ തന്നെ ആളുകൾ പറയുക റമദാനായി റമദാനായി എന്നായിരിക്കും. റമദാൻ എന്ന മാസത്തിന്റെ മുമ്പുള്ള ശഅബാനും റജബും അത്ര വലിയ ശ്രദ്ധയും പരിഗണനയുമൊന്നും ആളുകൾക്കിടയിൽ കാണാറില്ല. അതോടൊപ്പം ഈ മാസത്തിന്റെ പവിത്രതയെ ഇല്ലാതെയാക്കുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങൾ മതത്തിന്റെ പേരിൽ പൊടിപൊടിക്കുകയാണ്. റജബ് മാസത്തിന്റെ
ആദ്യ രാവ് മുതൽ ഉസ്താദുമാർ എന്ന് പറയുന്നവർ ജനങ്ങൾക്കിടയിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾ എത്രയാണ്. കുറെ അറബി വായിച്ചതുകൊണ്ട് ഇസ്ലാമാകൂല. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആമീൻ പറയാൻ വേണ്ടി കുറെ അറബി ഇങ്ങനെ വായിച്ചു കൊടുത്താൽ ഇസ്ലാമാകൂല. ഏതെങ്കിലുമൊക്കെ ആയത്തുകൾ ഓതിക്കൊടുത്താൽ ഇസ്ലാമാകൂല. പ്രത്യേകം സൂറത്തുകൾ എടുത്ത് ഓതിക്കൊടുത്താൽ ഇസ്ലാമാവുകയില്ല. ഒരു കാര്യം അള്ളാഹുവിന്റെ ദീനാകണമെങ്കിൽ അതിന് കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. അതേത് കാര്യത്തിനും അങ്ങനെയാണ്. ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാലും പ്രവൃത്തിയാലും ഇഷ്ടത്താലും നമുക്ക് വിട്ടുതരാത്ത ഒരു കാര്യത്തെ, നമുക്ക് പഠിപ്പിക്കാത്ത ഒരു കാര്യത്തെ ദിക്ർ എന്ന പേരിൽ, നിസ്കാരം എന്ന പേരിൽ, സ്വലാത്ത് എന്ന പേരിൽ, ഖുർആൻ പാരായണം എന്ന പേരിൽ, സ്വദഖ എന്ന പേരിൽ വലിച്ചു കൊണ്ടുവരാൻ ഇസ്ലാമിൽ അനുമതിയില്ല. ഇസ്ലാമിന്റെ പേരിൽ പല കാര്യങ്ങളും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഇത്തരം ആളുകൾക്കുള്ള വിചാരം അല്ലെങ്കിൽ ഇതിലൊക്കെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താ ഒരു ദിക്ർ ചൊല്ലിയാൽ, എന്താ ഒരു സൂറത്ത് പ്രത്യേകമായി ഓതിയാൽ, എന്താണ് പ്രത്യേക എണ്ണം വെച്ചുകൊണ്ട് 100 അല്ലെങ്കിൽ 1000 എന്നൊക്കെ എണ്ണം വെച്ചുകൊണ്ട് ചൊല്ലിയാൽ, എന്താണ് ഇത്ര ദിവസങ്ങളിൽ എന്ന ഒരു ഹദ്, ഒരു പരിധി വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചൊല്ലിയാൽ, അതൊക്കെ ഇപ്പൊ എന്തത്ര പ്രശ്നം? ദീനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ? ഈ ചോദ്യങ്ങളിലൂടെയാണ് ഇത്തരം അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര എളുപ്പത്തിൽ ഈ ന്യായീകരണങ്ങൾ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥനകൾ പച്ചയായി പഠിപ്പിച്ചു. ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ അവിടെ കിടക്കുന്നത് വരെ, കിടന്നിട്ടും അയാൾ ചെയ്യേണ്ടത് എന്തൊക്കെ, ഇനി ഉറക്കത്തിൽ പോലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് ചൊല്ലേണ്ടത്, പറയേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു. ബാത്റൂമിൽ കയറുമ്പോൾ ഇതാണ് ചൊല്ലേണ്ടത്, ഇറങ്ങുമ്പോൾ ഇതാണ് ചൊല്ലേണ്ടത്, പള്ളിയിൽ കയറുമ്പോൾ ഇതാണ്, ഇറങ്ങുമ്പോൾ ഇതാണ്, അങ്ങാടിയിലേക്ക് എത്തിയാൽ ഇതാണ് എന്നൊക്കെ പഠിപ്പിച്ചു. ഇതെല്ലാം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ റജബിൽ ആദ്യ 10 ദിവസങ്ങളിൽ ഇതാണ് ചൊല്ലേണ്ടത്, റജബിന്റെ ആദ്യ രാത്രിയിൽ ഇതാണ് ചൊല്ലേണ്ടത്, ഇത് പഠിപ്പിക്കാൻ എന്താ അത്ര പിശുക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ മാസത്തിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചതായി കിട്ടിയിട്ടില്ല. കിട്ടാതെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിപ്പിച്ചു എന്ന നിലക്ക് നമ്മൾ എടുക്കുക? അത് വലിയ കളവല്ലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പറയുന്ന വലിയ കളവല്ലേ? ആ കളവിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ? ആ കള്ളത്തരത്തിന് ആമീൻ പറയാൻ പറ്റുമോ? ആ കളവിന്റെ സരസിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രാർത്ഥനകളും ഇത്ര എണ്ണം എന്നുണ്ടെങ്കിൽ അതുവരെ പഠിപ്പിച്ചു. ഇത്ര എണ്ണം, അതൊക്കെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റജബ് ആദ്യ 10 100 തവണ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം 100 തവണ റജബിന്റെ ആദ്യ 10 ചൊല്ലണം എന്ന് മാത്രം പഠിപ്പിക്കാൻ നബിക്ക് നേരണ്ടായില്ല. ബാക്കിയൊക്കെ നബി എണ്ണം പഠിപ്പിച്ചു. അപ്പൊ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഒരു പ്രാർത്ഥന
എത്ര തപ്പിയാലും കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന നിലയിൽ കിട്ടൂല. കിട്ടാത്തൊരു കാര്യം, ഇല്ലാത്ത ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ നബിന്റെ പേരിൽ നോണ. ഇസ്ലാമിന്റെ പേരിലാകുമ്പോ അതിന്റെ പേരിൽ നോണ. അള്ളാഹുവിന്റെ പേരിലാവുമ്പോ അള്ളാഹുവിന്റെ പേരിൽ നോണ. ഇതാർക്ക് മനസ്സിലാവൂല? ഇങ്ങനെ വഅള് പറയുന്ന, ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരുടെ മുമ്പിൽ പോയിരിക്കുന്ന സാധാരണക്കാർക്ക് അറിഞ്ഞോളണമെന്നില്ല. അവർക്ക് അറബി കേട്ടാൽ ദിക്റാണ്, ചില ദിക്റ് കേട്ട ഓർക്ക് ആയത്താണ്, ചില കള്ളക്കഥകൾ കേട്ട വലിയ മുന്തിയ ഹദീസാണ്. അങ്ങനെയാണ് അവരെ മനസ്സ്. സാധാരണക്കാരായ നമ്മളെ പോലത്തെ മനസ്സുകൾ അങ്ങനെയാണ്. ഇതാർക്കേ തിരിയുള്ളൂ? ഹദീസുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയും പോകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇത് ബിദ്അത്താണ്, തെറ്റാണ്, ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടതാണ്, പാടില്ല. സഹോദരങ്ങളെ, ഈ മാസത്തിൽ പ്രത്യേകമായി നമുക്കൊന്നും ചെയ്യാല്ല, ഒന്നും ചെയ്യാല്ല. ഒരു നോമ്പ് പോലും അധികമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തപ്പെട്ടത് ഈ മാസമാണെന്നാ പറയപ്പെടുന്നത്. എന്താ രേഖ? രേഖയൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിഞ്ഞു വന്നിട്ട് ഈ വിഷയം ആദ്യം അറിയിക്കപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് ഈ യാത്ര റജബിലാന്ന് എവിടെങ്കിലും പറഞ്ഞു? റജബ് മാസത്തിലാണ് ആ യാത്ര ഉണ്ടായത് എന്ന് ചരിത്രപരമായി പോലും സ്വീകാര്യമല്ല. ചരിത്രത്തെ പോലും കബളിപ്പിക്കുക, ചരിത്രത്തിൽ പോലും അങ്ങനല്ല. അത് എന്നാണ് വ്യക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹചര്യവും സമയവും അള്ളാഹു കണക്കാക്കിയതെത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു യാത്ര നടത്തപ്പെട്ടു. എന്നിട്ട് അതിന്റെ പേരിൽ മിഅ്റാജ് നോമ്പ്. ആ നോമ്പ് ഇവിടുന്ന നമ്മുടെ ഉള്ള അമലിനെ പോലും പൊളിക്കാനുള്ള നോമ്പാണത്. അയ്യാമുൽ ബീൽ നോമ്പ് ഈ മാസത്തിലുണ്ട്, തിങ്കൾ വ്യാഴം നോമ്പുകൾ ഈ മാസത്തിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ സ്പെഷ്യലായി പ്രത്യേകമായി ഒരു നോമ്പ് ഈ മാസം ഇല്ല. എന്നാലോ നമുക്കാവുന്നത്ര ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ജമാഅത്ത് നിസ്കാരത്തിലെ കണിശതയും ഇങ്ങനെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് മുറുക്കി നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. വേണ്ടാത്തരങ്ങൾ, അക്രമങ്ങൾ, അന്യായങ്ങൾ ഇതൊന്നും നമ്മിൽ സംഭവിക്കാതിരിക്കാൻ ഒരു കരുതൽ വരുത്തേണ്ട മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ശക്തമായ 2 താക്കീതുകളുണ്ട്. ഈ താക്കീത് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കാൻ കഴിയണം. എന്തിനാ അറിയോ? ഒരു ഉസ്താദിന്റെ വേഷം കണ്ടും നമ്മുടെ പരലോകം കൊളാകാൻ പാടില്ല. അത്രേ ഉള്ളൂ. ആരെ വേഷം നോക്കിയിട്ട്, ആരെ നീളമുള്ള നാവും നോക്കിയിട്ട്, ഒരാളെ ഈണം കേട്ടിട്ട് എന്താ അയാള് പറഞ്ഞത്, എങ്ങനെ അത് കേട്ടിട്ട് നമ്മൾ മാറാതിരിക്കുക? എന്താ പറയണത്? ഇല്ലാത്ത കാര്യം ചെയ്യാനേ, ഇല്ലാത്ത കാര്യം ചെയ്യാൻ വൈകാരികമായി സംസാരിക്കാൻ ആരെ കൊണ്ട കഴിയാത്തത്? അത് വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന ആരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഇതൊന്നും ഉണ്ടാവൂല. അത് ഖുർആൻ പച്ചയായി പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കിലൂടെ ഉണർത്തിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ. ഇത് അറബി അറിയുന്നവർക്ക് ഇതിന്റെ അർത്ഥം ഒന്നും പറയാതെ തന്നെ അറിയും. മൻ ഒരുത്തൻ, അമില അവൻ പ്രവർത്തിച്ചു, അമലൻ ഒരു പ്രവൃത്തി. എവിടെ? ഫീ അംറിനാ ഹാദാ നമ്മുടെ ഈ കാര്യത്തിൽ. നമ്മുടെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ദുന്യാവല്ല. ദുന്യാവിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അനുവദനീയമായതൊക്കെ ചെയ്യുക, ഹറാമല്ലാത്തതൊക്കെ ചെയ്യുക, അതിന് പ്രശ്നമില്ല. കുറെ ആളുകൾ കൂടി ഒരു വഴി ഉണ്ടാക്കണം എന്ന് ആലോചിച്ചു, സൗകര്യമായ സ്ഥലം കിട്ടി, എല്ലാവരും കൂടി വഴി ഉണ്ടാക്കി. ഇസ്ലാം വിരോധമല്ല, ഇസ്ലാം വിലക്കിയിട്ടില്ല. ആ ഒരു പുതിയ കാര്യം നല്ലൊരു വഴി ഉണ്ടായി കിട്ടിയല്ലോ എന്ന് പറയാം. അതേ നിലപാട് ദീനിക്ക് പറ്റുമോ? പറ്റൂല. ആ നിലപാട് ദീനിക്കെടുക്കാൻ പറ്റൂല. കാരണം ദീനിൽ എന്ത് വേണം വേണ്ട എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. അതാണ് ഫി അംറിനാ ഹാദാ നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പണി, അതൊരു ദിക്റാകട്ടെ, ഒരു സ്വലാത്താകട്ടെ, സ്വദഖയാകട്ടെ, നോമ്പാകട്ടെ, എന്താകട്ടെ, ഫഹുവ റദ്ദുൻ അത് തള്ളിക്കളയണമെന്നാണ്. അള്ളാഹ്ക്കത് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടാത്തൊരു കാര്യം അവന്റെ അടിമകളായ നമുക്കും ആവശ്യമില്ല. ഒന്ന്.
രണ്ടാമത്തത് മൻ അഹദസ ഫീ അംറിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ പുതിയതായി ഉണ്ടാക്കുക. എന്താ ഇപ്പൊ ഇസ്ലാമിൽ ദിക്റിന് പഞ്ഞുണ്ടോ? ഇല്ല. എന്നാ ഇതുകൂടി കിടക്കട്ടെ. ഇസ്ലാമിന് സ്വലാത്തില്ലേ? അപ്പൊ ഇങ്ങനെ സ്വലാത്ത് വരട്ടെ. ഇസ്ലാമിൽ നോമ്പില്ലേ? എന്നാ ഇങ്ങനെ നോമ്പ് വരട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് ദീനെങ്കിൽ ഇതിനെന്ത് പവിത്രത? അല്ലാഹ് പൂർത്തിയാക്കിയതിന് എന്തർത്ഥം? ഓരോ കാലത്തും വരുന്ന പുരോഹിതന്മാർക്കും പാതിരിമാർക്കും മൗലവിമാർക്കും ഉസ്താദുമാർക്കും കയറ്റാനും ഇറക്കാനും ഒക്കെ ഉള്ളതാണ് ദീനെങ്കിൽ പിന്നെ എന്തിനാ അല്ലാഹ് പൂർത്തിയാക്കിയത്? എന്തിനാണ് ഒരു നല്ല അധ്യാപകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവും പകലും ഇതിങ്ങനെ പഠിപ്പിച്ചത്? എന്തിനാ? അപ്പൊ ഒരർത്ഥമുണ്ട്. പുതിയതായി ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യം ഫറദ്ദുൻ, തള്ളിക്കളയണം. ഈ രണ്ട് ഹദീസുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി മാത്രവുമല്ല, ഇമാം മാലിക് റഹിമഹുല്ല എന്നൊക്കെ പറഞ്ഞാൽ സ്വഹാബികളെ കണ്ട് ദീൻ മനസ്സിലാക്കിയ ആളുകളെ കണ്ട് ദീൻ പഠിച്ച അത്രയും പഴക്കമുള്ള ആളാണ് ഇമാം മാലിക് റഹിമഹുല്ലൊക്കെ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല കഴിഞ്ഞ തൊട്ട് താഴെ വരുന്ന ലോകം അറിയപ്പെട്ട വലിയ ഇമാമാണ് ഇമാം മാലിക് റഹിമഹുല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മദീനയിലെ ഇമാം എന്നറിയപ്പെടുക. അത്രത്തോളം സ്വാധീനം ഇമാം മാലിക്കിന് മദീനത്തുണ്ടായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ഒരു പുത്തൻ ആചാരം ഒരാൾ ഉണ്ടാക്കി, എന്താകട്ടെ, യറാഹാ ഹസന, നല്ലതല്ലേ, എന്താ പ്രശ്നം? ഈ മനോഭാവത്തോടുകൂടി ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. എന്താ അയാളെ വാദം? അയാളെ ജൽപ്പന എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യം നിർവഹിക്കുന്നിടത്ത് വഞ്ചന കാണിച്ചു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മിഅ്റാജ് യാത്ര പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നോമ്പില്ല. ആലോചിക്കണം. മിഅ്റാജ് റജബ് മാസം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് ആദ്യ 10 സ്പെഷ്യൽ പ്രാർത്ഥന. ഇപ്പൊ പള്ളിയിലൊക്കെ ബിദ്അത്തുകളുടെ കൂട്ടപ്രാർത്ഥന ഉണ്ടല്ലോ, ഉസ്താദ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതെന്താന്ന് പോലും മനസ്സിലാകാതെ ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയുക. നിസ്കാരേശ അങ്ങനത്തെ ഒരു ഏർപ്പാടന്നെയല്ല. നിസ്കാരേശ ഓരോരുത്തർ വ്യക്തിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ റജബ് എത്തിയാക്കാണ് അള്ളാഹുവെ ഞങ്ങൾ റജബിലെത്തി, ഇനി ഞങ്ങൾ റമദാനിലേക്ക് എത്തിക്കല. അപ്പൊ ഷാബാൻ എന്ത് ചെയ്യുക? ഷാബാൻ ഉണ്ടല്ലോ ഇടക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് ആഗ്രഹിക്കാം, അല്ല റജബിക്ക് എത്തി, ഇപ്പൊ ഷാബാന് കഴിഞ്ഞ് റമദാനിക്കൊക്കെ എത്താൻ തൗഫീഖ് ഉണ്ടാവും, എന്താണെന്നറിയില്ല എന്നൊക്കെ ആഗ്രഹിക്കാം. അത് പ്രത്യേകം ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന നിലക്ക് ഇല്ല. അത് പള്ളിയിലെ കൂട്ടപ്രാർത്ഥനയിൽ കേട്ട ആമീന്ന് പറയരുത്, ബിദഅത്തിനെ പിന്തുണക്കലാണ്. സൽക്കർമ്മങ്ങൾ പൊളിയാൻ അത് കാരണമാണ്. അത്ര ഗൗരവണ്ടി വിഷയം, ചെറിയ കാര്യമല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഖുർആൻ നമുക്ക് പിന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പിന്നെ പറയാണ്, ഫമാലം യകുൻ യൗമൈദി ദീനൻ ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് ദീനാകാത്തൊരു കാര്യം ഇന്നും ദീനല്ല. അന്ന് ദുന്യാവാകാത്തൊരു കാര്യം ഇന്ന് ദുന്യാവല്ല എന്നാണോ? അല്ല. അന്ന് ദുന്യാവാകാത്ത പലതൊന്നും ദുന്യാവാണ്. ഇപ്പൊ അന്ന് നമ്മൾ ധരിച്ച പോലത്തെ വസ്ത്രമൊന്നും അന്നില്ല. ഇന്ന് വസ്ത്രത്തിന് ഇങ്ങനെ സൗകര്യമുണ്ട്. കണ്ടോ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത്? ഔറത്ത് മറക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ഔറത്ത് മറക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ വരുമ്പോൾ എടുക്കണം. ദിക്ർ ചൊല്ലണം എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. ആ ദിക്ർ ഏതൊക്കെയുള്ളത് ഇസ്ലാമിലുണ്ട്. ഇനി വേറെ ദിക്റിന്റെ ആവശ്യമില്ല. എന്നാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച ഒരു മേൽമുണ്ടും ഒരു ചെറിയ ഉടുമുണ്ടും മാത്രമാണോ വസ്ത്രം? അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അന്ന് ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന തണ്ടുകൊണ്ടുള്ള പട്ടപ്പന മാത്രമാണോ വീട്? അല്ല. അത് അന്നത്തെ വീടിന്റെ അവസ്ഥയാണ്. ഇന്ന് വീട് മാറി, അതന്നെ വീട് വേണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അന്ന് അവര് ഭക്ഷിച്ചത് കാര്യമായിട്ട് കാരക്കയാണ്, അതുപോലെ ബാർലിയാണ്, ചോളമാണ്. ഇന്ന് അതന്നെ വേണമെന്നാണോ? അല്ല. ഇന്ന് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടായി, അതെടുക്കാം. ഈ ഒരു വ്യത്യാസം ആൾക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ഇപ്പൊ ദുന്യാവിൽ കുറെ ബിൽഡിംഗ് ഉണ്ടായില്ലേ,
ഇത്ര വേഷങ്ങളൊക്കെ വന്നില്ലേ, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ദീനിലും ആകാം. ഈ കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. ശറഅ എന്നത് വ്യക്തമാണ്, ദുന്യാവിന്റെ കാര്യങ്ങൾ അതും വ്യക്തമാണ്. ഇത് രണ്ടും കൂട്ടിക്കുഴച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് തോന്നിയിടത്തൊക്കെ ദീനുണ്ടാക്കാന്നുള്ള ഏർപ്പാട് പാടില്ല. അതിലാണ് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരൊക്കെ വിജയിക്കുന്നത്. ഇനി ഖുർആനിൽ ആയത്ത് കൂടി പറഞ്ഞു നോക്കൂ നിങ്ങൾ, ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദല്ലൂനഹും ബിഗൈരി ഇൽമിൻ. ഒരറിവുമില്ലാതെ ജനങ്ങളെങ്ങനെ പഴപ്പിക്കുക, എന്നിട്ട് ഈ പഴക്കുന്ന ആളുകളെ പാപഭാരവും ഈ പഴപ്പിക്കുന്ന ആളുകൾ വഹിക്കേണ്ടി വരിക. പഴപ്പിച്ചവന്റെ പാപഭാരവും പിഴപ്പിക്കപ്പെട്ടവന്റെ പാപഭാരവും ഇത് രണ്ടും ചുമന്ന് പരലോകത്ത് വരുന്നൊരവസ്ഥ ആലോചിച്ചു കാണി. അപ്പൊ സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സർവ്വനിലക്കും വിട്ടുനിൽക്കാൻ, രാജിവെക്കാൻ നാം സന്നദ്ധരായിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാത്ത വിധം മരണശേഷമുള്ള അപകടം കൃത്യമായി നമ്മളെ പിടികൂടും. അതിനാൽ ബിദ്അത്തുകൾക്കെതിരെ നല്ല ഒരു മുൻകരു, ഒരു ഫിത്നയാണ്, വല്ലാത്തൊരു പരീക്ഷണമാണ്, മനസ്സിനെ ബാധിക്കുന്ന പെട്ടെന്ന് മരുന്ന് കിട്ടാത്ത രോഗമാണ് ബിദ്അത്ത് എന്ന ഫിത്ന. ആ രോഗത്തിന് നമ്മൾ അടിമപ്പെടാൻ പാടില്ല. അതാരെ കണ്ടു നമ്മൾ അടിമപ്പെടാൻ പാടില്ല. ഉള്ള ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ ഒരു മടി നമുക്ക് ആർക്കില്ല. കാരണം അത് ചെയ്താലേ പരലോകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഉള്ള കാര്യങ്ങൾക്കിടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂടി ചെയ്താലോ ഈ ഉള്ളത് പൊളിയുകയും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യും. അത് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിനാൽ ആ ഒരു പേടി സദാസമയം വിശ്വാസികളായി നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളായ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കണിശമായും ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഏറ്റവും വലിയ മുന്നറിയിപ്പ് കൊടുത്ത ഒരു കാര്യമാണ് സൂചിപ്പിക്കപ്പെട്ട വിഷയം. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, സമൂഹത്തിൽ എത്ര ആളുകളാണ് ഇതിന്റെ പിന്നാലെ, എത്ര തലമുതിർന്ന പണ്ഡിതന്മാരാണ്, ഉസ്താദന്മാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സംശയവും ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അവിടെയും നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഇടപെടൽ എത്ര വ്യക്തമാണ്. അധികം ആളുകൾ ചെയ്യുന്നതല്ല ഇസ്ലാം, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറഞ്ഞു അധികം ആളുകളും വിശ്വാസികളല്ല. അതിന്റെ അർത്ഥം എന്താ? അത് ശരിയാണെന്ന? അധികം ആളുകളും അറിവുള്ളവരല്ല, അതാണോ ശരി? ഏതൊരു തെറ്റും നോക്കൂ നിങ്ങൾ, അതിന്റെ പക്ഷത്തെ ആളുകൾ കൂടുതലായിരിക്കും. ഇപ്പൊ കള്ള് ഹറാമാണല്ലോ, ഒരു സംശയമില്ലല്ലോ. പക്ഷെ കള്ളിനു വേണ്ടി വാദിക്കുന്നവർ, തർക്കിക്കുന്നവർ, സമരം ചെയ്യുന്നവർ എത്രയാണ്? കോടികൾ കള്ളിനു വേണ്ടി പൊടിക്കുന്നു. അതിനർത്ഥം കള്ള് ഹലാലെന്ന അല്ല. വ്യഭിചാരം ഹറാമാണ്, വ്യഭിചാരത്തിന് വേണ്ടി പ്രത്യേക ശാലകൾ, ഏജന്റുമാർ എന്തൊക്കെ ഉണ്ട്, അതിനർത്ഥം വ്യഭിചാരം ശരിയെന്ന അല്ല. അധികം ആളുകൾ എന്നതല്ല മാനദണ്ഡം. അതാണ് മാനദണ്ഡമെങ്കിൽ ദുന്യാവിൽ ഏതാ ശരി ഏതാ തെറ്റ് എങ്ങനെ വേർതിരിക്കപ്പെടുക? അപ്പൊ നന്മക്ക് എപ്പോഴും ആളുകൾ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്കേ അങ്ങനെയാണ്, ലോക ചരിത്രം തന്നെ അങ്ങനെയാണ്. അത് പിന്നീട് വികസിച്ച് വലുതായി വലുതായി വരും. അതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തുൻ വലാല, എല്ലാ പുത്തനാചാരവും വഴികേടാണ്. വയറആഹന്നാസു ഹസന, ജനങ്ങൾ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് കുറെ ആളുകൾ പറഞ്ഞതുകൊണ്ട് ഒരു ബിദ്അത്ത് നല്ലതാവുകയില്ല. അപ്പോ കുറെ ആളുകൾ ചെയ്യുന്നു, കുറെ അറിവുള്ളവർ കൂടുന്നു എന്ന മാനദണ്ഡം ഒരു കാര്യത്തെ നന്മയാക്കാനുള്ളതല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തിനെ പിന്തുണക്കൽ, അനുകൂലിക്കൽ, അതുമായി സഹകരിക്കൽ അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ, പുത്തനാചാരങ്ങൾ ഉണ്ടാക്കിയവർക്ക് അള്ളാന്റെ ശാപമുണ്ട്.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോ ഈ ഒരു പേടിയാണ് വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുമായി ജീവിതത്തെ ബന്ധപ്പെടുത്താനും ആ നന്മകൾ ചെയ്ത് വിയർത്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച നാളെ മഗ്‌രിബിന് ശേഷം കുരുവമ്പലത്ത് വെച്ച് തസ്ഫിയ എന്ന സമ്മേളനമുണ്ട്. മുനവർ സ്വലാഹി, ഷാക്കിർ സ്വലാഹി എന്നിവരൊക്കെ പങ്കെടുക്കുന്നു. കുടുംബസമേതം നമ്മൾ എത്തിച്ചേരാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ അല്ലാഹു അവർക്ക് മഅഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.